നമസ്തേ. 2026 വിഷുഫലം. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്. ഈ ഒരു വർഷം, കഴിഞ്ഞൊരു വർഷമായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബ്ലോക്കുകളും പിന്നെ അതേപോലെ ഒരു കാര്യത്തിനും നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മന്നിപ്പ് വരിക, അല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവുക, അവർക്കൊരു ഐക്യമില്ലായ്ക വരിക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധിക്കും. അവർ ഇപ്പോൾ ഈ ഒരു വർഷം നല്ലൊരു നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർത്താവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. തിരിച്ചറിവുകൾ വരുന്നൊരു സമയമാണ്. അതിന് ഈശ്വരാധീനം നന്നായിട്ട് വേണം നമുക്ക്. അപ്പോൾ അവിടെ ഈ ഒരു വർഷം നമുക്ക് വ്യാഴത്തിനൊരു മാറ്റമാണ്. വ്യാഴം 11-ലൊക്കെ വരുമ്പോൾ സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ, അതായത് ഇപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ 7-ൽ ശനി വരുമ്പോൾ ഭാര്യ ഭർത്താവും തമ്മിലൊരു ഐക്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാവും. പിന്നെ അതേപോലെ നിങ്ങൾക്കൊരു കുടുംബം, അതായത് മക്കളും കുട്ടികളൊക്കെ ഒരു സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ഉമാമഹേശ്വര പൂജ ചെയ്യുക, അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിൽ പോവുക. വാക്കുകൾ, നമ്മുടെ വാക്കുകൾ വളരെ നന്നായിട്ടിരിക്കാൻ ദേവീക്ഷേത്രത്തിൽ പോവുക. ഒരു 7 ദിവസം അടുപ്പിച്ച് ചുവന്ന പൂക്കൾ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ വാക്കുകളും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ ഒരു വർഷം നല്ലൊരു ഫലമാണ്.